പ്രിയ പ്രസിഡന്റ് നമ്മൾ എല്ലാവരെയും കാണുന്നതിന് വേണ്ടി പ്രസിഡന്റ് ഇവിടേക്ക് പാലക്കാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫോണിന് വലിയ അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഫോണിൽ നമ്മുടെ എല്ലാ ആളുകളും വൈസ് പ്രസിഡന്റ് ശബരിനാഥ് MLA പറയുന്നു, എല്ലാ ആളുകളും ആ ഇരിപ്പിടം സജ്ജമാക്കിയതിന്റെ ഇരുവശങ്ങളിൽ നമ്മൾ പുൽമൈതാനം വെട്ടി വൃത്തിയാക്കിയ ഇരുവശത്തേക്ക് കടന്നു നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും കൂടെ കടന്നു നിൽക്കണം. വിളിച്ചാൽ മതി. ആദ്യം കളിച്ചു ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ എല്ലാവരും നമ്മുടെ മൈതാനത്തിലേക്ക് വന്ന് അവിടെയുള്ള ഇരിപ്പിടങ്ങളിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ധാരാളം പ്രവർത്തകർ ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ട്രാഫിക്കുകളൊന്നും ഉണ്ടാക്കാതെ വളരെ കൃത്യമായി തന്നെയാണ് നമ്മൾ ഈ ഒരു ജാഥയുടെ ഭാഗമായി ഇന്ന് കോട്ട മൈതാനത്തിൽ എത്തിയിരിക്കുന്നത്. എല്ലാവരും, എല്ലാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പരമാവധി തന്നിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ എത്തിക്കണം. അവിടെ പത്രമാധ്യമങ്ങൾക്ക് വേണ്ടി, ദൃശ്യമാധ്യമങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള ടെലികാസ്റ്റിംഗിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ തന്നെ കസേരകൾ വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണുവാനായി യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ അല്ലാതെ ധാരാളം നാട്ടുകാർ വൈകുന്നേരം എന്നുള്ളതിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും ഈ ഒരു പ്രോഗ്രാം കാണുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ വിജയ് കിസാൻ മാർച്ചിന്റെ ഈ ഒരു സമ്മേളനം ആരംഭിക്കുകയാണ്. എല്ലാ സഹപ്രവർത്തകരും അച്ചടക്കത്തോടുകൂടി ഇവിടെയുള്ള പാലക്കാടുള്ള എല്ലാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, സഹപ്രവർത്തകർ അതിനുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും മുന്നിൽ തന്നിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു മിനിറ്റ് വീഡിയോയ്ക്കുള്ള സെറ്റപ്പ് പെട്ടെന്ന് ഇതിന്റെ അകത്തോട്ട് എടുക്കാൻ നമ്മൾ വിചാരിച്ചതിലും അധികം ആളുകൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ എല്ലാവരും വേദിയിലേക്ക് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫ്രണ്ടിലെ സൈഡിൽ കുറച്ച് ആളുകളുണ്ട്. ഞാൻ ഈ കൈകാണിക്കുന്ന ഈ വശത്തുള്ള, ഈ വലതുവശത്തുള്ള, എന്റെ വലതുവശത്തുള്ള ചില ആളുകൾ പുറകിലുള്ളവർക്ക് കാണാൻ കഴിയില്ല എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരും വോളണ്ടിയേഴ്സും എല്ലാവരും അവർക്കുള്ള ഈ ഒരു യോഗം കാണുവാനുള്ള സാഹചര്യങ്ങൾ നൽകുന്നത്. അന്നം തരുന്നവന്റെ പോരാട്ടത്തിന് യുവ കേരളത്തിന്റെ ഐക്യദാർഢ്യം, ആ ഐക്യദാർഢ്യം അറിയിക്കാൻ ഇവിടെ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആണ്, നമ്മുടെ പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. ഉദ്ദേശിച്ചതിനേക്കാളും വളരെയധികം ആളുകളാണ് ഈ സംഗമഭൂമിയിലേക്ക് എത്തിച്ചേർന്നത്. നമ്മൾ ഇത്രയും ആളുകളെ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷേ രാജ്യത്തിന്റെ കർഷകൻ കൊടും തണുപ്പിൽ അവന്റെ ജീവൻ പണയം വെച്ച് പോരാട്ടം നടക്കുമ്പോ വെറുതെ ഇരിക്കാൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേര് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ പ്രസ്ഥാനം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സെക്കൻഡ് മോനെ, ഒരു സെക്കൻഡ് അവിടെ വെച്ച് നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി വന്ദേ മാതരം.
ഒരു 40 സെക്കൻഡ് വീഡിയോ ആയിരുന്നു സാറിന് വേണ്ടി. എടുത്തു അല്ല ഞാൻ ഇതിലെടുത്തു, എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ട്, അയച്ചുതരാം. അയച്ചു. മൗന പ്രാർത്ഥനയോടെ നമ്മൾ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഈ അഭിമാന പോരാട്ടത്തിന്, മണ്ണിന്റെ മക്കളുടെ ജീവന്റെ വിലയുള്ള പോരാട്ടത്തിനിടയിൽ ജീവൻ അർപ്പിച്ച, ജീവൻ ത്യജിച്ച ഒട്ടേറെ ആളുകളുണ്ട്. രക്തസാക്ഷികളാണ് അവർ. നാടിനു വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വഹിച്ചവരാണ്. അതുപോലെ സുഗതകുമാരി ടീച്ചറെ പോലെ ഈ നാടിന് തണലായി മാറിയ വ്യക്തിത്വങ്ങൾ ഈ കാലയളവിൽ നമ്മളോട് വിടമായിരുന്നു. അതുപോലെ ശ്രീ ബൂട്ടാ സിംഗിനെ പോലുള്ള ആളുകൾ ഈ കാലയളവിൽ നമുക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ കർഷകരെ, രക്തസാക്ഷികളെ, ഈ നാടിന്റെ അരുമകളായ സാമൂഹ്യ പ്രവർത്തകരെ, നാടിന്റെ തണലായിരുന്ന വ്യക്തിത്വങ്ങളെ, അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാവരും ഒരു മിനിറ്റ് നേരത്തേക്ക് മൗനം ആചരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും കൊടുക്കും. താഴെ കൊടുക്കേണ്ട യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. പാലക്കാട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന ശ്രീ പ്രമോദ്, മനു, ജിൻഷാദ്, അതുപോലെ തുടങ്ങിയവർ വേദിയിലേക്ക് കടന്ന് അഭ്യർത്ഥിക്കുന്നു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ ധർമ്മസമരത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ആദരണീയനും പ്രിയങ്കരനുമായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ, പ്രിയങ്കരനായ കേരളത്തിന്റെ യുവജനങ്ങളുടെ പ്രിയപ്പെട്ട ആവേശം ശ്രീ KS ശബരിനാഥൻ MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ MLA അവർ, ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ, ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീനിവാസ് അടക്കം ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, ഒരു നീണ്ട സ്വാഗത പ്രസംഗത്തിലേക്ക് ഒന്നും കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ 38 ദിവസമായി ഇന്ത്യയിലുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകർ ഡൽഹിയിലും പഞ്ചാബിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകർ ഡൽഹിയുടെ തിരുവോരങ്ങളിൽ, ഡൽഹിയുടെ വീതികളിൽ അവർ സമരമിരിക്കുകയാണ്. നമ്മുടെ പാലക്കാടുള്ള പോലത്തെ ഇന്ന് വൈകുന്നേരം ഈ കോട്ടമൈതാനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള പോലത്തെ സുഖലോലുമതയുള്ള ഒരു അന്തരീക്ഷം ഏറ്റവും തണുപ്പുള്ള തണുപ്പാണ്. അങ്ങനെയുള്ള വീതികളിൽ ലക്ഷക്കണക്കിന് കർഷകർ ഈ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ, ജനഹിതം അറിയാതെ എഴുതിയുണ്ടാക്കിയ കർഷക നിയമങ്ങൾക്കെതിരെയുള്ള വലിയ സമരങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ജനുവരി 1 മുതൽ കിസാൻ മാർച്ച് അടക്കമുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഈ കർഷക നിയമങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ്. പക്ഷെ അതിലേക്കൊന്നും ഈ സമയത്തിന് പരിമിതി പോലും ഞാൻ കടക്കുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കർഷകർ. ഇന്ത്യയിലെ 80% ആളുകളും
അസംഘടിതമായി കാർഷിക വൃത്തി അടക്കമുള്ള ചെറിയ ജോലികൾ ചെയ്തു പോകുന്ന ആളുകളാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രാഥമിക വരുമാനമുണ്ടാക്കുന്ന മേഖല കാർഷിക മേഖലയാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ട് അതിന്റെ തീക്ഷ്ണത ഒരു ഉപഭോക്തൃ സംസ്കാരമായതുകൊണ്ട്, സംസ്ഥാനമായതുകൊണ്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള തീക്ഷ്ണത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. പക്ഷെ ഇന്ന് ഡൽഹിയിലുള്ള, ഇന്ത്യയിലുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് അവർക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തിന്റെ, ഒരു ശക്തിയുടെ, ഒരു അടിത്തറയുടെ ഭാഗമായി അവർക്ക് എല്ലാവർക്കും അവർ കൊടുക്കുന്ന മൂല്യം, ഭക്ഷ്യധാന്യങ്ങൾക്കടക്കമുള്ള ഒരു മൂല്യം ലഭിക്കാറുണ്ട്. അവർക്കെല്ലാം അവർ പറയുന്ന ഒരു വില ന്യായവില കിട്ടാറുണ്ട്. കോർപ്പറേറ്റ് ശക്തികൾക്കും വൻ ശക്തികൾക്കും ഈ കാർഷിക മാർക്കറ്റിലേക്കും മണ്ഡികളിലേക്കും APMCകളിലേക്കും പോകുവാനുള്ള ഒരു അവസരമില്ല. പക്ഷെ അതിനെല്ലാം മാറ്റിക്കൊണ്ട് ഈ ഒരു കോവിഡ് സമയത്ത് ഇന്ത്യയിലുള്ള 128 കോടി ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ദൈനംദിനം ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, ഇന്നാട്ടിൽ ബീഹാറിൽ നിന്നും UP യിൽ നിന്നും ദിവസവേതനക്കാരായ നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടെ നിന്ന് ട്രെയിനിലേക്ക് തിരികെ പോയിട്ടുള്ള മൈഗ്രന്റ് ലേബേഴ്സ് അടക്കമുള്ള ദിവസവേതനക്കാർ ജീവനില്ലാതെ, അവർ തൊഴിലില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെയൊക്കെ മറവിൽ, കോവിഡിന്റെ മറവിൽ ലോക്സഭ പോലും ശരിയായി കൂടാതെ, രാജ്യസഭ പോലും ശരിയായി കൂടാതെ, ബഡ്ജറ്റ് സമ്മേളനം പോലും വെട്ടിച്ചുരുക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ള കർഷക വിരുദ്ധമായിട്ടുള്ള 3 നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ 3 നിയമങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം 80% സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് ഇനി ജീവിക്കാനുള്ള ഉപാധി ഉണ്ടാകില്ല. അവർക്ക് അവർ പറയുന്ന വില അവരുടെ സാധനങ്ങൾക്ക് ലഭിക്കത്തില്ല. ഒരു മാർക്കറ്റിൽ വന്നൊരു കോർപ്പറേറ്റ് അവർ പറയുന്ന പണം വാങ്ങിച്ചുകൊണ്ട് ഹോൾസെയിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുവാനുള്ള അവകാശം അവർക്ക് ലഭിക്കുകയാണ്. എന്ന് മാത്രമല്ല, എന്തെങ്കിലും ഒരു കേസിന് പോവുകയാണെങ്കിൽ കോർപ്പറേറ്റ് ശക്തികൾക്കും വൻകിട ശക്തികൾക്കും മാത്രം സഹായം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കോടതി വ്യവസ്ഥയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കർഷകർക്ക് വിരുദ്ധമായി, കർഷകരുടെ ഒരു ശബ്ദം പോലും കേൾക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള കരിനിയമങ്ങൾക്കെതിരെ സാധാരണക്കാരായിട്ടുള്ള കർഷകർ പോരാട്ടം നടത്തുകയാണ്. ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, ആ കർഷകരെ അവരാരുടെയും സ്പോൺസർഷിപ്പിൽ പോയ ആളുകളല്ല, അവർ രാഷ്ട്രീയ പാർട്ടികൾ പൊടിപിടിക്കുന്ന ആളുകളല്ല. അവരെല്ലാവരും കാർഷിക സംഘടനകളെയും നമ്മളടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ കൊടുക്കുന്ന ഒരു പിൻബലത്തിന്റെയും സഹായത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകരെ നരേന്ദ്രമോദിയും BJPയും വിളിച്ചത് ദേശവിരുദ്ധരെന്നാണ്. അങ്ങനെയുള്ള കർഷകരെ നരേന്ദ്രമോദിയും BJPയും വിളിച്ചത് പാകിസ്ഥാൻ ഏജന്റുകളെന്നാണ്. അങ്ങനെയുള്ള പാവപ്പെട്ട കർഷകരെ നരേന്ദ്രമോദിയും കൂട്ടരും വിളിച്ചത് ചൈനയുടെ ഏജന്റുമാരെന്നാണ്. അങ്ങനെയുള്ള കർഷകരെ, സാധാരണക്കാരായ ആളുകളുടെ വാർത്തകൾ കൊണ്ടുവരാൻ വരുന്ന പത്രമാധ്യമ സുഹൃത്തുക്കളെ, അവരെല്ലാം ലിബറൽ ടാക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സർക്കാരിനെതിരെ സംസാരിക്കുന്ന, സർക്കാരിന്റെ കരിനിയമങ്ങൾ, അത് ദേശവിരുദ്ധമായിട്ടുള്ള NRC ആവട്ടെ, CAA ആവട്ടെ, കാർഷിക നിയമങ്ങളാവട്ടെ, ഈ നിയമങ്ങൾക്കെതിരെ പോരാടുന്ന സാധാരണക്കാരായ ആളുകൾക്കെല്ലാം കൊടുത്തിരിക്കുന്ന ചെല്ലപ്പേര്, അവർക്കെല്ലാം ഈ സർക്കാർ കൊടുത്തിരിക്കുന്ന പേര് ദേശവിരുദ്ധതകളാണ്. പക്ഷെ ഇന്ന് വിളിക്കുന്ന ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പാലക്കാടുള്ള സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും നമ്മൾ ആരും ദേശവിരുദ്ധരല്ല. ഇവരൊക്കെ കാണിക്കുന്ന, പ്രത്യേകിച്ച് പാലക്കാടിന്റെ മണ്ണിൽ കൊണ്ട് കാണിക്കുന്ന ദേശീയതയെക്കാളും 100 മടങ്ങ് ദേശീയത ഈ പാലക്കാടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഉണ്ടെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഇവർ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. ഇവർക്ക് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇവരുടെ വിശ്വാസം, ഒരു മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ, പിന്നെ അമിത്ഷാ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ സാധാരണക്കാരായ കർഷകർ അവർ പറയുന്നത് കേട്ട് ഒപ്പിട്ടു പോകുമെന്നാണ് കേന്ദ്രത്തിലെ BJP നേതൃത്വം വിചാരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കണം. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ സംഘപരിവാർ ശക്തികളുടെ ഏറ്റവും വലിയ നേതാവെന്ന് അവകാശപ്പെടുന്ന ശ്രീ വീർ സാവർക്കർ തേന്മാവിൻ കുടുംബത്തിൽ മോഹൻലാൽ മരത്തിന്റെ മുകളിൽ നിന്ന് ലേലു അല്ലു ലേലു അല്ലു ലേലു അല്ലു എന്ന് പറഞ്ഞതുപോലെ മാപ്പ് എഴുതി കൊടുത്താണ് ആൻഡമാനിലെ കാലാപ്പാലിൽ നിന്ന് വെളിയിലേക്ക് വന്നത്. അവർക്ക് ആ സംസ്കാരം മാത്രമേ അവർക്കുള്ളൂ, ആ പാരമ്പര്യം മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകർ അവരാരുടെയും മുന്നിൽ തല കുനിക്കുന്ന ആളുകളല്ല എന്ന് ഇന്നാട്ടിലെ കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവർക്കുള്ള എല്ലാ സഹായങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ഈ സമരത്തിന് ആദ്യം പിന്തുണ അർപ്പിച്ചത് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി അവർക്കാണ്. ശ്രീമതി സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ACC നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ശക്തമായി തന്നെ ഈ സമരത്തിന്റെ കൂടെ എല്ലാ ദിവസവും നിൽക്കുകയാണ്. അതിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ്. അതിലേക്ക് ഞാൻ വരാം. ഇതിനുള്ള എല്ലാ സഹായങ്ങളും കോൺഗ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കർഷകരുടെ പേരിൽ വോട്ട് വാങ്ങിക്കുന്ന കേരളത്തിലെ CPM ചെയ്യുന്ന നയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MLA യും ഞാനും ഒക്കെ നിയമസഭയിൽ 31-ാം തീയതി വിളിച്ച
കർഷക വിരുദ്ധ സമരത്തിന് വേണ്ടിയുള്ള കർഷകർക്ക് വേണ്ടിയുള്ള സമരത്തിന് വേണ്ടിയുള്ള പ്രമേയം ശ്രീ പിണറായി വിജയൻ വായിച്ചപ്പോൾ അതിൽ തൊട്ടും തൊടാതെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒന്ന് പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുണ്ടായിരുന്ന പ്രിയങ്കരനായിട്ടുള്ള ശ്രീ KC ജോസഫ് പറഞ്ഞു, ഈ ഒരു പ്രമേയത്തിൽ UDF-നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒരു അമെന്റ്മെന്റ്, ഒരു തിരുത്ത് പറയാനുണ്ട്. ഈ പ്രമേയത്തിൽ പേരെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കണം എന്ന് കോൺഗ്രസ് പറഞ്ഞു. നരേന്ദ്രമോദിയെ വിമർശിക്കണമെന്ന് UDF പറഞ്ഞു. ഇത്രയും വലിയ ചങ്കുറപ്പൊക്കെയുള്ള ഒരാള് അദ്ദേഹത്തിന്റെ അവസാന പ്രസംഗത്തിൽ നരേന്ദ്രമോദിയുടെ പേര് വിമർശിച്ചില്ല എന്ന് മാത്രമല്ല, ഇതിൽ നരേന്ദ്രമോദിയുടെ പേര് എന്തുകൊണ്ട് പറയണമെന്നുള്ള ചോദ്യം ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ച ഒരാളാണ് കേരളം ഭരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഈ കാർഷിക പ്രമേയത്തിൽ അടക്കം ശ്രീ O രാജഗോപാൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിലെ BJP-യും കേരളത്തിലെ CPM തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇന്നൊരു പ്രമേയം പാസ്സാക്കിയപ്പോൾ ആ പ്രമേയം പാസ്സാക്കി ഗവർണർ എടുത്ത് കൊണ്ടുവന്നപ്പോൾ ഗവർണർ പറയുകയാണ്, ഇങ്ങനൊരു പ്രമേയത്തിന് ഒരു ആവശ്യവുമില്ല, ഞാനിത് അങ്ങോട്ട് വിടില്ല എന്ന് പറയുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ പറ്റിക്കുകയാണ്. കർഷകരുടെ പേരിൽ വോട്ട് വാങ്ങിച്ചവർ, കർഷകരുടെ പേരിൽ നിയമങ്ങൾ കൊണ്ടിരുന്ന ആളുകൾ, ഇവരെല്ലാവരും ചേർന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകരെ ഇല്ലാതാക്കാനിരിക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ, കേരളം ഭരിക്കുന്ന LDF സർക്കാർ കർഷക വിരുദ്ധ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ചങ്കൂറ്റത്തോടെ ശക്തമായി മുന്നിൽ നിൽക്കുന്ന, കർഷകർക്ക് വേണ്ടി നിൽക്കുന്ന സാധാരണക്കാരുടെ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ജയ് കിസാൻ മാർച്ച് അടക്കമുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഞാൻ പാലക്കാട് വന്ന് ഷാഫി പറമ്പിലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇന്ന് കേരള രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് എന്റെ പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിലിന്റെ ആണെന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ വോട്ടർമാർ കൂടിയായിട്ടുള്ള, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ കൂടിയായിട്ടുള്ള ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പറയുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി, ഒരു കൊറോണ കാലമായിട്ട് പോലും ഈ നാട്ടിലുള്ള എല്ലാ കരിനിയമങ്ങൾക്കുമെതിരെ, ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള PSC വിഷയത്തിനെതിരെ, ഇവിടെ ഹത്രാസ് പീഡനം നടന്നപ്പോൾ, ഇവിടെ സ്വർണ്ണക്കടത്ത് നടന്നപ്പോൾ, ഇവിടെ ലഹരിക്കടത്ത് നടന്നപ്പോൾ, ഇവിടെ ഇപ്പോൾ കർഷകർക്കെതിരെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെയെല്ലാം സമരകാഹളം മുഴക്കി ഡിസംബർ 31-ാം തീയതി അർദ്ധരാത്രി രാജ്ഭവന്റെ മുന്നിൽ സാധാരണ കർഷകർക്ക് വേണ്ടി സമരകാഹളം മുഴക്കിയ പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിലിലേക്ക് നേതൃത്വത്തിലാണ് നമ്മളെല്ലാം ശക്തരായി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഊർജം, ഈ ഒരു ശക്തി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന സമയങ്ങളിൽ ഈ നാടിന് മാത്രമല്ല കോൺഗ്രസിനൊക്കെ ഒരു വലിയൊരു പിന്തുണയും ഒരു ശക്തിയും ഒരു മുതൽക്കൂട്ടുമാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ, ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, നിങ്ങളുടെ എല്ലാം MLA, നിങ്ങളുടെ എല്ലാം സഹോദരൻ, നമ്മുടെ എല്ലാം പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിലിനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ ശ്രീനിവാസ് ജിയെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു വലിയ അത്ഭുതമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ സാധാരണ എല്ലാ യോഗങ്ങളിലും സ്വാഗതം പറയുമ്പോൾ ഇങ്ങനെ എല്ലാവരെയും കുറിച്ച് പറയുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു സാധാരണ പ്രവർത്തകനെ പോലെ ഇന്നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട്, സാധാരണ പ്രവർത്തകർക്ക് ഊർജം നൽകിക്കൊണ്ട്, ഡൽഹിയിലും കേരളത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ബംഗാളിലും എല്ലായിടത്തും ഉള്ള എല്ലാ സമരങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ പ്രസിഡന്റ് ശ്രീനിവാസ് ജി. ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, ഈ ഒരു കർഷക വിരുദ്ധ സമരം തുടങ്ങിയപ്പോൾ, കർഷകരെല്ലാം ഒത്തുചേർന്ന് നിന്നപ്പോൾ ആ സമരപന്തലിലേക്ക് ആദ്യം പോയ ഒരു നാഷണൽ ലീഡറാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ശ്രീ ശ്രീനിവാസ് ജി. അന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ അവിടെ തുടങ്ങിയ ഒരു സഹായ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആളുകൾക്ക്, ഈ കർഷക മാർച്ചിൽ വന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം ഭക്ഷണവും കുടിവെള്ളവും വൈദ്യസഹായവും എല്ലാം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ കിട്ടിയിട്ടുള്ളത് ശ്രീ ശ്രീനിവാസ് ജിന്റെ വളരെ ശക്തമായിട്ടുള്ള ആ ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ചിലരോടൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്, കേരളത്തിൽ വരികയാണെങ്കിൽ ശ്രീനിവാസ് ജി യുവർ മലയാളി, തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ ശ്രീനിവാസ് ജി ഒരു തമിഴനാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം ജന്മപ്രദേശമായ കർണാടകത്തിൽ പോവുകയാണെങ്കിൽ അദ്ദേഹം ശക്തനായിട്ടുള്ള
ഒരു കണ്ണടിക്കുകയാണ്. ഡൽഹിയിൽ പോവുകയാണെങ്കിൽ മറ്റാരേക്കാളും ശക്തമായി രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ദേശീയ രാഷ്ട്രീയക്കാരനാണ്. അവസാനം ഈ ഒരു കർഷക വിരുദ്ധ സമരം തുടങ്ങിയപ്പോൾ ആദ്യമായി ട്രാക്ടർ മാർച്ച് എന്നുള്ള ഒരു ആവേശമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട രാഹുൽജിയോടൊപ്പം തുടങ്ങിയ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനിവാസ് ജി, കേരളത്തിലൂടെ പ്രത്യേക മമതയുള്ള ശ്രീനിവാസ് ജി നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രസിഡന്റാണ്. ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പലയിടത്തും അദ്ദേഹത്തോടൊപ്പം പോകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് ഒരു ആവേശമാണ്. ശ്രീ ശ്രീനിവാസ് ജി മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ശക്തിയായി നമ്മൾ എല്ലാവരും ഉണ്ട്. വളരെ ശക്തമായി ദേശീയ വിഷയങ്ങളിൽ, കേരളത്തിലെ സംഘടനാ വിഷയങ്ങളിൽ ഇടപെടുന്ന നമ്മളെല്ലാം അഭിമാനമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ പ്രസിഡന്റ് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനിവാസ് ജിയെ സ്നേഹത്തിന്റെ പേരിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് പാലക്കാടിന്റെ ചരിത്രമുറങ്ങുന്ന കോട്ടമൈതാനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനിയും എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചാർജുള്ള ഏറ്റവും പ്രിയപ്പെട്ട, നമുക്കെല്ലാം കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു പുതുമുഖമാണ്. പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു സംഘടനയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള, ഏറ്റവും മിടുക്കനായിട്ടുള്ള, ഏറ്റവും സംഘടനാ ശേഷിയുള്ള, എത്രയോ സമരങ്ങൾക്ക് വേണ്ടി ഡൽഹിയിലും പഞ്ചാബിലും ബോംബെയിലും ഒക്കെ സമരത്തിൽ ജയിലിൽ കിടന്നിട്ടുള്ള മലയാളി കൂടിയായ കേരളത്തിന്റെ ചാർജുള്ള നാഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ ഇബ്രാഹിം റോയ് മാണിയെ വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം നമ്മുടെ വേദിയിലെത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആലത്തൂരിന്റെ പ്രിയങ്കരിയായിട്ടുള്ള MP, ഞാൻ മറ്റൊന്നും പറയണ്ട, നമുക്കെല്ലാം പ്രിയപ്പെട്ട പുതിയൊരു സംസ്കാരം, പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം ഞാൻ ഈ കോട്ടമൈതാനത്തിൽ വെച്ച് പറയുന്നു. അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പ് സംസ്കാരം, ഒരു സ്ഥാനാർത്ഥി സംസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട ആലത്തൂർ MP കുമാരി രമ്യ ഹരിദാസിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ VS വിജയരാഘവൻ അവർ 1980 മുതൽ നീണ്ട 16 വർഷം ഈ പാലക്കാടിന്റെ MP ആയിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ VS വിജയരാഘവൻ സാറിനെ, അച്ഛനോടൊപ്പം വളരെയധികം പ്രവർത്തിച്ച പ്രിയപ്പെട്ട ശ്രീ VS വിജയരാഘവൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ വന്നത് ശ്രദ്ധിച്ചില്ല, ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിന്റെ താരം. ഇന്ന് ഞാൻ ഈ ചാനലിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ പല ആളുകളായിട്ടൊക്കെ പല ചർച്ചകൾ നടത്തുന്നതാണ്. ഇവിടെ പാലക്കാട് ലോക്സഭ തിരിച്ചുപിടിച്ച ഏറ്റവും ജനകീയ വിഷയങ്ങൾ ഇടപെടുന്ന ഏറ്റവും കർമ്മനിരതനായിട്ടുള്ള ശക്തനായിട്ടുള്ള പാലക്കാടിന്റെ MP DC പ്രസിഡന്റ് കൂടിയായ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടനെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദിയിലെത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ശക്തരായിട്ടുള്ള വൈസ് പ്രസിഡന്റുമാർ ശ്രീ റിയാസ് മുക്കോളി, ശ്രീ റിജിൽ മാക്കുറ്റി, ശ്രീ NS നസൂർ, നമ്മുടെ ജില്ലയുടെ ചാർജുള്ള ശ്രീ SM ബാലു, ശ്രീ പ്രേംരാജ്, എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ ചാർജുള്ള യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ജോയിന്റ് സെക്രട്ടറി, മലയാളി കൂടിയായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പലത മാഡത്തിനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വേദിയിലെത്തിയിട്ടുള്ള പാലക്കാടിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ശ്രീ ഫാറൂഖ്, ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഫെബിൻ, അതോടൊപ്പം ശ്രീ ഷാലിൻ, ഡോക്ടർ സരിൻ, ശ്രീ ജസീർ മുണ്ടോട്ട്, ശ്രീ സജീഷ് അടക്കമുള്ള ഏറ്റവും പ്രിയപ്പെട്ട പാലക്കാടിന്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ ഫിറോസ് ബാബുവിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജില്ലയുടെ ചാർജുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പ്രമോദ്, ശ്രീ ജിംഷാദ്, മനു അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറിമാരെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ശക്തിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ, ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, പാർട്ടിയുടെ സീനിയർ ആയിട്ടുള്ള DCC നേതാക്കൾ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, UDFന്റെ സഹപ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഈ 1-ാം തീയതി രാജ്ഭവന്റെ മുന്നിൽ നമ്മൾ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ 2-ാം തീയതി ഇന്നിവിടെ കോട്ടമൈതാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ കർഷക മാർച്ചിലുള്ള സമരം നടക്കുന്നത്. വരും ദിവസങ്ങളിൽ വളരെ ശക്തമായി ഈ കർഷക ബില്ലിൽ കേന്ദ്ര സർക്കാരിനെതിരെ
അതിനോടൊപ്പം കേന്ദ്ര സർക്കാരിനെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കേരള സർക്കാരിനെതിരെയുള്ള ശക്തമായിട്ടുള്ള സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും UDF-ന്റെയും എല്ലാ സഹപ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യങ്ങളും പുതുവർഷങ്ങളും. അതോടൊപ്പം നിങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചാൽ കൂടെ കാണും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കോൺഗ്രസ് അങ്ങ് ഒലിച്ചു പോയി എന്ന് ഒരുത്തനും ധരിക്കേണ്ടതില്ല എന്ന് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു. അത് പാർട്ടിക്ക് അകത്താണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി, ഈ പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. ആ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. മുന്നൊരുക്കങ്ങളില്ല, വാഹനങ്ങൾക്ക് കൂപ്പണില്ല, പിരിവുകളില്ല, നേരത്തെ കൂട്ടി തീരുമാനിച്ചിട്ടില്ല, പ്രിപ്പറേഷന് സമയമില്ല, എല്ലാവരും വരണമെന്ന് പറഞ്ഞിട്ടില്ല, താഴെത്തട്ടിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ സമയമുണ്ടായിട്ടില്ല. അത്യാവശ്യം ആളുകൾ മാത്രം എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച ഒരു സംഗമത്തിലേക്ക് കടല് പോലെ കടന്നു വന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പാലക്കാടിന്റെ യുവത്വത്തിന്, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഒരു കാര്യം ഉറച്ചു പറയുന്നു: ഈ ത്രിവർണ്ണ പതാക അത് വാനിലുയർന്നു പറക്കാൻ യൂത്ത് കോൺഗ്രസ് അതിന്റെ ഏറ്റവും ശക്തിയോടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പോരാട്ടത്തെ നയിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ശബരിയുടെ ഒരു സൂചന പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആലത്തൂരിന്റെ സൂചനയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഒരു പൊതുസംഗമമാണെങ്കിലും വളരെ പോസിറ്റീവായി ഒരു വാക്കും മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു: പുതിയ മുഖങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തീരുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും ഈ പ്രസ്ഥാനം തോറ്റ സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ അതിന് പുതിയ മുഖങ്ങൾ അനിവാര്യമാണ്. ആ അനിവാര്യതയിലേക്ക് യൂത്ത് കോൺഗ്രസ് വിനയത്തോടു കൂടി വിരൽ ചൂണ്ടാനും ആഗ്രഹിക്കുന്നു. ആ കാര്യത്തിലും തുടർ തീരുമാനങ്ങളും മറ്റുമൊക്കെ ഇന്നും നാളെയുമായി നടക്കുന്ന നമ്മുടെ സംസ്ഥാന ക്യാമ്പ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയാം. വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, ശബരിനാഥൻ MLA എല്ലാവരെയും കൃത്യമായുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരുകളിലേക്ക് കടക്കുന്നില്ല. വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, സദസ്സിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികളെ, ജില്ലാ പ്രസിഡന്റുമാരെ, പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ, ഏറ്റവും ഊർജ്ജസ്വലരായ പാലക്കാട്ടെയും പരിസര പ്രദേശത്തെയും യൂത്ത് കോൺഗ്രസിന്റെ ചോരയും നീരുമായ സഹപ്രവർത്തകരെ, മാധ്യമ പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, അനിവാര്യമായ ഒരു പോരാട്ടത്തിനാണ് യൂത്ത് കോൺഗ്രസ് ഈ ദിവസം ഈ വേദി തെരഞ്ഞെടുത്തത്. അനിവാര്യമായ ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നവരെ അവഗണിക്കുന്നവർക്കെതിരായി രാജ്യത്തിന്റെ ഐക്യദാർഢ്യം ഏറ്റവും അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് നമുക്ക് കടന്നു വരേണ്ടതായിട്ട് വന്നത്. ഈ നാടിന്റെ നട്ടെല്ലെന്ന് നമ്മൾ വിളിക്കുന്ന, മണ്ണിൽ പണിയെടുക്കുന്നവനെന്ന് നമ്മൾ അഭിമാനത്തോടെ വിശേഷിപ്പിക്കുന്ന ഈ നാടിന്റെ കർഷകൻ, അവന്റെ നട്ടെല്ലൊടിയുന്ന സാഹചര്യം ഏത് നരേന്ദ്രമോദി ഉണ്ടാക്കിയാലും വിരൽ ചൂണ്ടി അരുതെന്ന് പറയാൻ ഈ ത്രിവർണ്ണ പതാക പിടിക്കുന്നവർ ഓരോരുത്തരും ഇന്ത്യയുടെ തെരുവുകളിൽ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ശബരി ഇവിടെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് സമരത്തിന് ഇറങ്ങേണ്ടി വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ എല്ലാവർക്കും ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ ജിയോ നെറ്റ്വർക്ക് വന്നപ്പോ ആദ്യം പരിപൂർണമായ സൗജന്യ നിരക്കിലായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. നമ്മളോട് എല്ലാവരോടും ഒരു മാസത്തെ ഫ്രീ പറഞ്ഞു. പിന്നീട് നമ്മളോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡാറ്റ ഉപയോഗിക്കാമെന്ന്. പിന്നെ നിയന്ത്രണങ്ങളില്ലാതെ ഡാറ്റ ഉപയോഗിക്കാനുള്ള ലൈസൻസ് കൊടുത്തു. അങ്ങനെ അതിന്റെ ശീലമായി നമ്മളെല്ലാവരും മാറ്റിയതിനു ശേഷം നിരക്കിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും BSNL തകർന്നിരുന്നു. അപ്പോഴത്തേക്കും ഇവിടുത്തെ മറ്റ് മൊബൈൽ ടെലികോം കമ്പനികൾക്കൊക്കെ കാര്യമായ ക്ഷീണം സംഭവിച്ചിരുന്നു. ഇന്ത്യയുടെ ടെലികോം ഇൻഡസ്ട്രിയുടെ ഭൂരിഭാഗവും അത് നേരെ റിലയൻസിനെ, ജിയോയെ ഏൽപ്പിക്കാൻ ഈ ഗവൺമെന്റ് നടത്തിയ ഒത്താശയുടെ മുമ്പിൽ ഒരു പരസ്യ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ജിയോയുടെ ലോഞ്ചുമായി ബന്ധപ്പെട്ട്
ഇന്ത്യയിലെ മുഴുവൻ പത്രമാധ്യമങ്ങളിലും അച്ചടിച്ചു വന്ന നരേന്ദ്രമോദിയുടെ കളർ ഫോട്ടോ. നരേന്ദ്രമോദിയുടെ കളർ ഫോട്ടോ അവരുടെ പ്രൊമോഷന് വേണ്ടി അവർ ഉപയോഗിച്ചു. അദാനിയുടെ പ്രൊമോഷൻ മോദിയുടെ ഉത്തരവാദിത്തമാണ്. അംബാനിയുടെ പ്രൊമോഷൻ മോദിയുടെ ഉത്തരവാദിത്തമാണ്. പാപ്പരാണെന്ന് കോടതി വിധി എഴുതിയ അംബാനിക്ക് ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് ഒരു മടിയുമില്ല. കോർപ്പറേറ്റുകളുടെ ഏതാനുമൂല്യത്തിലും ഏതറ്റം വരെയും ഈ ഗവൺമെന്റ് പോകും. നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ട്, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്തും അതിന്റെ മുന്നേയും ലോകം മുഴുവൻ സാമ്പത്തിക ഞെരുക്കത്തിൽ പിടിച്ച് അമർന്ന് എരിഞ്ഞു വീണപ്പോ, ബാങ്കുകൾ കുമിള പോലെ പൊട്ടിയപ്പോ, ഇൻഷുറൻസ് കമ്പനികൾ കുത്തുവാളയെടുത്തപ്പോ, ജനം ജോലി നഷ്ടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു കോർപ്പറേറ്റ് ബാങ്ക് പോലും അടച്ചുപൂട്ടാതെ ഇന്ത്യയെ കാത്ത ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നാം കരുതി വെച്ച റിസർവ് ബാങ്കിന്റെ സർപ്ലസ് പണം, നമ്മുടെ കരുതൽ ധനശേഖരം വിത്തെടുത്ത് കുത്തുന്നത് പോലെ ഈ ഗവൺമെന്റ് അവരുടെ മർക്കട മുഷ്ടി കൊണ്ട് ആ പണം തിരികെ വാങ്ങി. ആ തിരികെ വാങ്ങിയ പണം കൊണ്ട് ഒരു കർഷകന്റെയും ബാധ്യത എഴുതി തള്ളിയില്ല. ഒരു തൊഴിലാളിക്കും ആനുകൂല്യം പ്രഖ്യാപിച്ചില്ല. തൊഴിലുറപ്പിന്റെ പാവപ്പെട്ടവന് അവന്റെ കൂലി വർദ്ധിപ്പിച്ചില്ല. ആ പണം കൊണ്ട് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ അടക്കാനുള്ള നികുതി പണം, ആ നികുതി പണം എഴുതി തള്ളിയതിലേക്ക് ആ പണത്തെ നീക്കിവെക്കാൻ, കരുതൽ ധനശേഖരം എടുത്ത് നീക്കിവെക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായി. വിജയ് മല്യ ഉൾപ്പെടെയുള്ള സകല ആളുകളും ഇവിടുത്തെ ബാങ്കുകളിൽ നിന്ന് 10,000-കണക്കിന് കോടി രൂപ കടമെടുത്ത് ഈ നാട്ടിൽ നിന്ന് മുങ്ങിയപ്പോ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ മുങ്ങിയ വിജയ് മല്യ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം കൊടുത്തു. പാവപ്പെട്ട കർഷകൻ ഒരു 50,000 രൂപയുടെ വായ്പ എടുത്തതിന്റെ പേരിൽ ഒരു മുഴം കയറിൽ അവന്റെ ജീവൻ ഒടുക്കുമ്പോ തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരായി ഇന്ത്യയുടെ കർഷകൻ ഡൽഹിയിലെ മരം കോച്ചുന്ന തണുപ്പിൽ അവിടെ സമരങ്ങൾ നടത്തുമ്പോ, പണ്ട് ഞായറാഴ്ച ചില ഓഫീസിന്റെ മുമ്പിൽ 11:30 ആളെ കൂട്ടി സമരം നടത്തിയതുപോലെ അല്ല, യൂത്ത് കോൺഗ്രസ് ആ സമരത്തോട് ഐക്യദാർഢ്യപ്പെടുകയാണ്. ഈ സമരങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ നായകൻ, പ്രിയപ്പെട്ട അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ്, നാട്ടിലെ സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ താഴെ തട്ടിൽ പണിയെടുത്ത് വളർന്നു വന്ന പ്രിയങ്കരനായ PV ശ്രീനിവാസ്, ഈ പ്രസിഡന്റ് നമ്മുടെ അഭിമാനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോവിഡിന്റെ പ്രയാസങ്ങൾക്ക് നടുവിൽ തൊഴിലാളികൾ നാട്ടിലേക്ക് പോകാൻ പ്രയാസപ്പെട്ട് കിടന്നപ്പോ ഇതര സംസ്ഥാന തൊഴിലാളികളെ അവരുടെ നാടുകളിലേക്ക് അയക്കുമ്പോ ഒരു പൊതിച്ചോറ് കൊടുത്തത് യൂത്ത് കോൺഗ്രസ് ആണ്, ശ്രീനിവാസാണ്, ഈ ത്രിവർണ്ണ പതാക പിടിക്കുന്നവരാണ്. ഇപ്പൊ സിംഗൂർ ബോർഡറിൽ കർഷകൻ പോരാട്ടം നയിക്കുമ്പോ ആ കർഷകന് തണുക്കുമ്പോ കൊടുക്കാൻ, ആ കർഷകന് വിശക്കുമ്പോ ഊട്ടാൻ, ആ കർഷകന് രോഗം വരുമ്പോ ചികിത്സിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ സർവ്വസന്നാഹവുമായി ആ സിംഗൂറിന്റെ ബോർഡറിലേക്ക് ആദ്യം കുതിച്ചെത്തിയതും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്, PV ശ്രീനിവാസാണ്. നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഞാൻ ദീർഘമായി ഒന്നും പറഞ്ഞു പോകുന്നില്ല. കുത്തകകൾക്ക് ഇന്ത്യയുടെ കർഷകനെ ചൂഷണം ചെയ്യാൻ ഈ ഗവൺമെന്റ് അവസരം കൊടുക്കുന്നു. ആദ്യം കൊടുക്കുന്നത് മോഹന വിലകളായിരിക്കും. അതിന്റെ പിന്നിലേക്ക് പോകുമ്പോ സർക്കാർ സംവിധാനങ്ങൾ അപ്രസക്തമാകും. APMC-കൾ അടച്ചുപൂട്ടും. കാരണം അവർക്ക് ഒരുപക്ഷെ കൊടുക്കാൻ കഴിയുന്നത് ഈ കുത്തകകൾ കൊടുക്കുന്ന അത്ര വിലകളായിരിക്കില്ല. ആ സംവിധാനം അപ്രസക്തമാകുമ്പോ ആട്ടിൻ തോലണിഞ്ഞവരുടെ യഥാർത്ഥ ചെന്നായികളുടെ രൂപം അത് പുറത്തു വരും. സർക്കാർ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തിയാൽ ഈ കോർപ്പറേറ്റുകൾ പിന്നെ കർഷകനോട് അവൻ വില നിശ്ചയിക്കും. ഉള്ളി എത്ര രൂപക്ക് വേണമെന്ന് കോർപ്പറേറ്റുകൾ നിശ്ചയിക്കും. കൊടുക്കാൻ APMC-യോ സർക്കാരിന്റെ സംവിധാനങ്ങളോ ഉണ്ടായിരിക്കില്ല. ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു മിനിമം വിലയുടെ ഉറപ്പുമില്ല. ഇനി കർഷകരോട് അത്രയും താല്പര്യം കൊണ്ടാണെങ്കിൽ വിനീതമായ ഒരു സംശയം, ഈ നിയമത്തിൽ തന്നെ ഒന്ന് എഴുതി ചേർത്തൂടെ? ഏത് കോർപ്പറേറ്റുകൾ എടുത്താലും കർഷകന്റെ MSP, ആ മിനിമം സെല്ലിംഗ് പ്രൈസും സപ്പോർട്ട് പ്രൈസും അത് ഏറ്റവും നന്നായി ഉറപ്പുവരുത്തി മിനിമം വില ഉറപ്പുവരുത്താൻ എല്ലാ ഇടപെടലുകളും ഉണ്ടായിരിക്കുമെന്ന്. എന്താ സാറേ ഇതിലൊന്ന് എഴുതി ചേർക്കാൻ ഇവർക്ക് ഇത്ര മടി?
അംബാനിയും അദാനിയും എഴുതി കൊടുക്കുന്ന ബില്ല് ഈ നാടിന്റെ നട്ടല്ലായ കർഷകന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചാൽ അതിന് പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ചു നിൽക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ തലച്ചോറ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കാൽക്കൽ പണയം വെച്ചിട്ടില്ല എന്ന് ഇന്ത്യയുടെ കർഷകൻ അവൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്. അതിന് ഐക്യദാർഢ്യപ്പെടാതെ എന്ത് പൊതുപ്രവർത്തനമാണ് നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ട് നടക്കുന്നത്? ആ ഉത്തരവാദിത്തമാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ഏറ്റെടുക്കുന്നത്. കർഷകൻ ഒരു നല്ല വസ്ത്രമിട്ടപ്പോ ഇവിടെ പലർക്കും അസ്വസ്ഥത. കർഷകന്റെ വിണ്ടുകീറിയ കാലുകൾ ഒരു മസാജിംഗ് മെഷീനിൽ നിന്നും എടുത്തു വെച്ചപ്പോ ഇവിടെ പലർക്കും ചൊറിച്ചില്. ആ അന്നം തരുന്നവൻ ഒരു കഷ്ണം പിസ കഴിച്ചപ്പോ അതും നിങ്ങൾക്ക് അസ്വസ്ഥത. ഞങ്ങളുടെ നികുതി പണം കൊണ്ട് 10 ലക്ഷത്തിന്റെ കോട്ടിട്ട് ഉലകം ചുറ്റുന്ന വാലിബൻ കർഷകൻ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കണ്ട, കർഷകൻ എന്ത് ധരിക്കണമെന്നും തീരുമാനിക്കണ്ട, കർഷകൻ എവിടെ സമരം ചെയ്യണമെന്നും തീരുമാനിക്കണ്ട. പിന്നെ പറഞ്ഞത് രാഷ്ട്രീയ സമരമാണെന്ന്. അതെ, ഇത് രാഷ്ട്രീയ സമരം തന്നെയാണ്. ഈ നാടിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷകന്റെ നട്ടലിന് വേണ്ടിയല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ സമരം നടത്തേണ്ടത്? ഇത് രാഷ്ട്രീയ സമരം തന്നെയാണ്. ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കർഷകന് വേണ്ടിയുള്ള പോരാട്ടം അത് ഞങ്ങളുടെ രാഷ്ട്രീയം തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പാലക്കാട് നിന്ന് ആരംഭിക്കുന്ന ഈ പോരാട്ടം അത് കേരളം മുഴുവൻ ആളിപ്പടരും. അത് കേരളം മുഴുവൻ ഏറ്റെടുക്കും. കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസ് അത് ഈ തെരുവിലുണ്ടാകും. കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസ് ഈ ജനവിരുദ്ധ സർക്കാരുകളെ താഴെ ഇറക്കാനുള്ള പോരാട്ടം അത് യൂത്ത് കോൺഗ്രസിന്റെ അതിന്റെ മുൻപന്തിയിൽ നടത്തും. കേരളത്തിന്റെ സ്ഥിതിയും വലിയ മറച്ചായെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട. തൊട്ടയൽ വീട്ടിലെ സുരേഷിന് കൊടുത്ത ഏതെങ്കിലും ഒരു വോട്ട് കൊണ്ട് CPM ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വപ്ന സുരേഷിനും പിണറായി വിജയനും കൊടുത്ത വോട്ടാണെന്ന് ആരും ധരിക്കേണ്ടതില്ല എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രാദേശികമായ വിഷയങ്ങളുടെ പുറത്ത് ചില ജയങ്ങൾ അത് പൊക്കിപ്പിടിച്ച അസംബ്ലി സീറ്റിലേക്ക് വരുന്നവരോട് ഞങ്ങൾ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കനല് ഇനിയും അധികം കരിയൊന്നും ഉണ്ടാവില്ല എന്ന കാര്യത്തിനും നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ആ പോരാട്ടങ്ങളും നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. യുവജനങ്ങൾ ആ പോരാട്ടം ഏറ്റെടുക്കണം. നാടിന്റെ അഴിമതി കഥകളെ മൂടിവെക്കാൻ ഈ ഗവൺമെന്റിനെ അനുവദിച്ചുകൂടാ. ഈ കേരളത്തിന്റെ ജനങ്ങളെ വഞ്ചിച്ചവരെ, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ വഞ്ചിച്ചവരെ വെറുതെ വിട്ടുകൂടാ. അവനവന്റെ നികുതി പണത്തിൽ നിന്ന് നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത കിറ്റ് ഏതോ തമ്പ്രാന്റെ ഔദാര്യമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നു, അതിന്റെ ശർക്കരയിൽ പോലും കൈയിട്ട് വാരിയവരെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ നയിച്ചേ പറ്റൂ. പാലക്കാടിന്റെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ ജയ് ശ്രീരാം എന്ന ബാനർ ഇവിടെ ചില ആളുകൾ തൂക്കിയത് ഭഗവാൻ ശ്രീരാമനോടുള്ള താല്പര്യം കൊണ്ടാണെന്ന് ആരും ധരിക്കേണ്ടതില്ല. ഈ നാടിന്റെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഭാഗീയ അജണ്ടക്ക് ഭഗവാന്റെ പേരുപയോഗപ്പെടുത്തുന്നവർ അവരെ വിശ്വാസങ്ങൾക്കും ജനാധിപത്യ സംവിധാനങ്ങൾക്കും ഭരണഘടനക്കും പാലക്കാട് മുനിസിപ്പാലിറ്റിക്കും ഈ നാട്ടിലെ ജനങ്ങളുടെ ഐക്യത്തിനുമെതിരാണെങ്കിൽ ഈ നഗരഭരണം വെച്ച് പാലക്കാട്ടെ ജനങ്ങളെ വിഭജിക്കാമെന്ന് BJP കരുതുന്നുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളവും അങ്ങ് വാങ്ങി വെക്കുകയായിരിക്കും അവർക്ക് നല്ലതെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാട് തെളിയിക്കുമെന്ന കാര്യത്തിനും സംശയം വേണ്ട. ഈ സമരത്തിന് നേതൃത്വം നൽകിയവരോട് എല്ലാവരോടും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രസിഡന്റ് ഈ വേദിയിലേക്ക് കടന്നു വരാൻ പ്രിയങ്കരനായ ഫിറോസ് ബാബുവിനായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ സംഗമത്തിന്റെ ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇടപെട്ടവരാണ്. പ്രിയങ്കരായ എന്റെ സഹപ്രവർത്തകർ, സംസ്ഥാന ഭാരവാഹികൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു 4-5 ദിവസം മുമ്പ് പോലും പ്രഖ്യാപിക്കാൻ പോലും പറ്റാത്ത ഈ ജാഥയെ ഉജ്ജ്വലമാക്കിയവരുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ, പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ഫാറൂഖ്, അതുപോലെ തന്നെ പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സരിൻ, പ്രിയങ്കരനായ ഈ ഇവിടുത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജസീർ, പ്രിയപ്പെട്ട ഈ സഹപ്രവർത്തകരുടെ കഠിനാധ്വാനമുണ്ട്. പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മുഴുവൻ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ, മണ്ഡലം പ്രസിഡന്റുമാരെ, നിങ്ങൾ ഓരോരുത്തരും 1 രൂപയുടെ നാണയം പോലും ആരും ഈ സമയത്ത് തരാനില്ലാതിട്ടും അവനവനെ കൊണ്ടാവും വിധം വണ്ടികളിലേറി ത്രിവർണ്ണ പതാകയുമായി ഈ കോട്ട മൈതാനത്തേക്ക് നടന്നവരെ, നിങ്ങളിലാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത്. ഈ പ്രസ്ഥാനം ഈ വേദിയിൽ നിൽക്കുന്ന ആരുമല്ല, ഈ പ്രസ്ഥാനം ഈ കൊടിയും പിടിച്ചു നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നുള്ളത് അടിയുറച്ച് തന്നെ ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ KSU ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പ്രിയപ്പെട്ട ജയഘോഷും സഹപ്രവർത്തകരും
നിങ്ങൾ ഓരോരുത്തരും ഷാനിബും എല്ലാവരും നടത്തിയ ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള വിജയം, പാർട്ടി നേതൃത്വത്തിന്റെ പ്രിയപ്പെട്ടവരുടെ പിന്തുണ, അവരുടെ എല്ലാവരുടെയും സാന്നിധ്യം തീർച്ചയായിട്ടും ഈ സംഗമത്തിന് ഗുണകരമായി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട അഖിലേന്ത്യാ പ്രസിഡന്റ് 4 മണിക്കൂർ രാവിലെ 7:30-8 മണിയാകുമ്പോഴത്തേക്കും എയർപോർട്ടിൽ എത്തിയതാണ്. പക്ഷെ അവിടുന്ന് ഫ്ലൈറ്റ് എടുക്കാൻ ഏതാണ്ട് 1 മണിയായി. അദ്ദേഹത്തിന് വേണമെങ്കിൽ മടങ്ങിപ്പോകാമായിരുന്നു. പക്ഷെ അങ്ങനെ മടങ്ങിപ്പോകുന്ന ഒരാളല്ല DV ശ്രീനിവാസ് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം എത്താൻ വേണ്ടി ഞാനും നിങ്ങളും ഒക്കെ കുറെ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടും ഒരാൾ പോലും പോവാതെ നിങ്ങളെല്ലാവരും ഈ സംഗമത്തിൽ പങ്കെടുത്തു. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കറകളഞ്ഞ ആത്മാർത്ഥതയുടെ ഏറ്റവും നല്ല അടയാളപ്പെടുത്തലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. പ്രിയപ്പെട്ട അബ്രഹാം റോയ് മാണി നമ്മുടെ ചാർജ് വഹിക്കുന്ന പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം ആദ്യമായി കേരളത്തിലേക്ക് വരുന്നത് ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ പാലക്കാടിന്റെ മണ്ണിലേക്കാണ്. അദ്ദേഹത്തെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. പ്രിയങ്കരിയായ പുഷ്പലത, അവര് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രിയപ്പെട്ട നമ്മുടെ ചുമതല വഹിക്കുന്ന IOICയുടെ സെക്രട്ടറിയാണ്. അവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റുമാർ, പ്രിയങ്കരായ ടീമുകൾ, അവര് ഊർജ്ജസ്വലമായ യൂത്ത് കോൺഗ്രസിന് ഒറ്റ മനസ്സോടെ യൂത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ ആവേശവും അടിത്തറയുമാവാനുള്ള പോരാട്ടത്തിന് എന്നും പിന്തുണ നൽകുന്നത് എന്റെ പ്രിയപ്പെട്ട ഊർജ്ജസ്വലരായ ഈ വൈസ് പ്രസിഡന്റുമാരും ഇവിടെ ഇരിക്കുന്ന പ്രിയങ്കരായ ഭാരവാഹികൾ, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമാർ, നമ്മൾ ഒരുമിച്ച് നയിക്കുന്ന ഈ പോരാട്ടം പരാജയപ്പെടില്ല. ആത്മവിശ്വാസത്തോടെ ധൈര്യമായി നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയങ്കരനായ പാലക്കാടിന്റെ MP ശ്രീ VK ശ്രീകണ്ഠൻ തീർച്ചയായിട്ടും ഉജ്ജ്വലമായി ഈ പോരാട്ടങ്ങൾക്ക് പിന്തുണയുമായിട്ടുണ്ട്. വിജയരാഘവേട്ടൻ എന്നും നമ്മളോടൊപ്പമുണ്ട്. എല്ലാ നേതാക്കന്മാരെയും പ്രിയങ്കരായ എല്ലാ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമരാവേശം, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഊർജം, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ആത്മാർത്ഥതയുടെ നിറകുടം, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പോരാട്ട വീര്യത്തിന്റെ നെഞ്ചുറപ്പ്, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേരിന്റെ ശബ്ദം, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമാദരണീയനായ അധ്യക്ഷൻ, ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ DV ശ്രീനിവാസ് അവരുടെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പ്രിയപ്പെട്ട നേതാക്കന്മാർ സദസ്സിനെ അഭിവാദ്യം ചെയ്യാൻ ഒന്ന് കടന്നു വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ റിസൾട്ടുകളിൽ ഒരു സൂചനയുണ്ടെന്ന് പറഞ്ഞ പ്രിയങ്കരനായ വയനാട് നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് വെറും മത്സരിക്കുകയല്ല, ആവേശകരമായ പോരാട്ടത്തിൽ വിജയിച്ചു വരികയും ചെയ്തു. വെറുതെ വിജയിച്ചു വരിക മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ വയനാടിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ അമരക്കാരൻ ഇനി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് പ്രിയപ്പെട്ട സംഷാദിനെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! DV ശ്രീനിവാസ് സിന്ദാബാദ്! DV ശ്രീനിവാസ് സിന്ദാബാദ്! DV ശ്രീനിവാസ് സിന്ദാബാദ്! DV ശ്രീനിവാസ് സിന്ദാബാദ്! ഷാഫി പറമ്പിൽ സിന്ദാബാദ്! ഷാഫി പറമ്പിൽ സിന്ദാബാദ്! ഷാഫി പറമ്പിൽ സിന്ദാബാദ്! ഷാഫി പറമ്പിൽ സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്! ഐക്യദാർഢ്യം, 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 കർഷകരായി ഐക്യദാർഢ്യം, കർഷകരായി ഐക്യദാർഢ്യം, കിസാൻമാർ സിന്ദാബാദ്, കിസാൻമാർ സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, കിസാൻമാർ സിന്ദാബാദ്, കിസാൻമാർ സിന്ദാബാദ്, ഐക്യദാർഢ്യം, 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 കർഷകനായി ഐക്യദാർഢ്യം, കർഷകരായി ഐക്യദാർഢ്യം, യൂത്ത് കോൺഗ്രസിൻ ഐക്യദാർഢ്യം, യൂത്ത് കോൺഗ്രസിൻ ഐക്യദാർഢ്യം, യുവകേരളത്തിൻ ഐക്യദാർഢ്യം, യുവകേരളത്തിൻ ഐക്യദാർഢ്യം, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. लगातार आप लोग ने 3 बजे इस कार्यक्रम को स्टार्ट होने का था, फ्लाइट डिले होने के कारण
मैं कम से कम 4 घंटा डिले हुआ। मैं आप सबसे माफी मांगना चाहता हूं और आने वाला जो भी प्रोग्राम में दोबारा ऐसा डिले करने का काम नहीं करेगा। वो एयर इंडिया के वजह से मैंने लेट आया। आप सभी एक एक कार्यकर्ता लगातार इस कार्यक्रम खत्म होने तक आप लोग यहां मौजूद हैं। आप सबको मैं तहे दिल से मैं धन्यवाद करना चाहता हूं। केरला प्रदेश युवा कांग्रेस अध्यक्ष मेरे भाई शाफी परम्बल, मैंने दोनों भारतीय युवा कांग्रेस के महासचिव बन के दोनों साथ में काम कर रहे थे। आज यहां केरला में एक वाइब्रेंट युवा कांग्रेस प्रेसिडेंट और विधायक, मैं इनको धन्यवाद करना चाहता हूं। वाइस प्रेसिडेंट शबरीनाथ जी, वो भी एक वाइब्रेंट है। शबरीनाथ जी विधायक, उनको भी मैं धन्यवाद करना चाहता हूं। रियाज मुकुली जी वाइस प्रेसिडेंट, रजील माकुटी वाइस प्रेसिडेंट और नसूर जी, प्रेमराज और बालू, इनको भी मैं धन्यवाद करना चाहता हूं। और साथ साथ में केरला प्रदेश का प्रभारी, अखिल भारतीय युवा कांग्रेस का महासचिव मेरे भाई अब्राहम रॉयमनी जी और मेंबर ऑफ पार्लियामेंट वीके श्रीकंठन जी और एक मेंबर ऑफ पार्लियामेंट रम्या हरिदास जी और एक्स मेंबर ऑफ पार्लियामेंट विजय राघवन जी, भारतीय युवा कांग्रेस सचिव पुष्पलता जी, सभी या जिला अध्यक्ष, मंडलम प्रेसिडेंट और यूथ कांग्रेस असेंबली प्रेसिडेंट और सभी कार्यकर्ता और सबको मैंने धन्यवाद करके मेरा 2-3 बात रखना चाहता हूं। मैं एक साधारण परिवार से आता हूं। मेरे घर परिवार में कोई दूर दूर तक राजनीति में नहीं है। आदरणीय हमारा नेता राहुल गांधी जी ने मेरे जैसा एक साधारण कार्यकर्ता को भारतीय युवा कांग्रेस अध्यक्ष का बनने का मौका दिया और काम करने का, युवा कांग्रेस संभालने को मौका दिया। मैं उनको तहे दिल से धन्यवाद करता हूं। अब दूसरे पार्टी का जो भी अध्यक्ष है युवा मोर्चा का, आप लगातार देख सकते हैं ये कांग्रेस पार्टी और युवा कांग्रेस में और राहुल गांधी जी के नेतृत्व में होता है और दूसरे पार्टी में कभी नहीं होता। जो आज जो किसान मार्च आप लोगों ने किया है, जो दिल्ली में सिंघू बॉर्डर, हरियाणा और दिल्ली सिंघू बॉर्डर हो, टिकरी बॉर्डर हो, गाजीपुर बॉर्डर हो, साजनपुर बॉर्डर में लाखों का किसान वह सड़क पे बैठे इस गूंगे बेरे निकम्मे सरकार, जो रंगा बिल्ला सरकार, उनके खिलाफ आवाज उठाने का काम कर रहा है। बट सरकार एक बार भी उनका आवाज सुनने के लिए तैयार नहीं है। शर्म आना चाहिए। इस देश का अन्नदाता है। इस देश का अन्नदाता अपने ही राजधानी में घुसने तक नहीं दिया। उनके खिलाफ लाठी चलाने का काम, गोली चलाने का काम, पानी चलाने का काम ये सरकार ने किया है। अब तक वो 40 किसान शहीद हो चुका है। सरकार के पास एक समय नहीं है उनके बारे में बात करने के। उनके नाक के नीचे ये सारी चीज हो रहा है, तब भी उनके बारे में बात करने का समय नहीं है। हम सब कुछ समझना है, किसान नहीं है तो सरकार नहीं है। नो फॉरवर्ड नो फूड। बट इस सरकार ने 2 लोग को मदद करने के लिए, जो उनके चुनाव में जो मदद किया, अडानी अंबानी के लिए ये कानून लेके आया है। ये कानून कोई ये किसान नहीं मांगा था। इस कानून कोई व्यक्ति नहीं मांगा है। जिस समय में ये कानून लागू हुआ आप लोग को जानता है। या श्रीकंठन जी बैठे है, रम्या हरिदास जी बैठा है। पार्लियामेंट में कोविड के समय में इस कानून को इन लोग ने पास किया, तो सारी विपक्षी दल इस कानून को विरोध कर रहा था, तब भी इन लोग ने पास किया। जब भी विरोध करता है उस कानून राज्यसभा में वोटिंग होना पड़ता है।
राज्यसभा में बिना वोटिंग इस कानून को पास करके 2 लोगों को मदद करने में लगे हैं। ये सरकार को शर्म आना चाहिए। इस देश का अन्नदाता के साथ आप लोग ने किस तरीके से व्यवहार किया है। जो जब ब्रिटिश सरकार में जो अंग्रेजों लोगों ने जब उसे आजादी के समय में किस तरीके से व्यवहार कर रहा था, ऐसे ही व्यवहार कर रहा है। उस समय में ईस्ट इंडिया कंपनी था, इस समय में वेस्ट इंडिया कंपनी है। ये लोग ज्यादा दिन नहीं चलेगा। पूरा देश का जनता समझ चुका है किस तरीके से इन लोग ने अडानी अंबानी को मदद करने में लगे हैं खुल के। आप लोग को शर्म आना चाहिए। कांग्रेस पार्टी आदरणीय हमारा नेता राहुल गांधी जी ने पार्लियामेंट में सबसे पहले आवाज उठाया, तब भी ये सरकार सुने नहीं है। पंजाब से लेके ट्रैक्टर मार्च निकाला इस काला कानून के खिलाफ, तब भी ये सरकार ने समझे नहीं है। ये किसान के ऊपर क्या क्या बातें किया पूरा देश जानता है। ये सरकार को मैं कहना चाहता हूँ, ज्यादा से ज्यादा दिन आप लोग का सरकार नहीं है। नरेंद्र मोदी जी चुनाव के पहले मैं कहता था मैं फकीर आदमी हूँ, झोला लेके आया हूँ, झोला लेके चले जाता हूँ। बिल्कुल आपने सही कहा था। आपका झोला सिंगू बॉर्डर में तैयार है, आपका झोला टिकरी बॉर्डर में तैयार है, आपका झोला गाजीपुर बॉर्डर में तैयार है, आपका झोला शाहजहांपुर बॉर्डर में तैयार है। आपको झोला किसान होने देगा, उस झोला लेके आपको कहां जाना आपको तय करना। जो मेहुल चौकसी वहां चले गए लंदन में, विजय मल्ल्या चले गया, उनके पास जाना है। ना खाऊंगा ना खाने दूंगा, नरेंद्र मोदी चिल्ला के कहते थे। नरेंद्र मोदी जी ना खाऊंगा ना खाने दूंगा, आपका बात को मैं याद कर रहा हूं। अपने पार्सल बना बना के लंदन भेजने का काम किया है। जो कांग्रेस सरकार आएगा, कांग्रेस सरकार आते आते इस रंगा बिल्ला को जेल भेजने का काम कांग्रेस पार्टी करेंगे। इस देश का इस तरीके से आप लोग ने जो कानून लाया है, जो इस काला कानून लाया है, इस काला कानून जब तक आप लोग ने उखाड़ के नहीं फेंकेगा, तब तक पूरा कांग्रेस पार्टी, भारतीय युवा कांग्रेस, सब लोग समर्थन में, देश भर युवा कांग्रेस किसान के समर्थन में सारे धरना प्रदर्शन करेंगे, मशाल जुलूस निकालेगा और सिग्नेचर कैंपिंग तमाम चीजें कर रहे हैं। और साथ साथ में युवा कांग्रेस का साथी वह सिंगू बॉर्डर में सबसे ज्यादा जो ठंड में जो पड़ा है, जो 3 डिग्री 4 डिग्री ठंड में लोग पड़ा है किसान, उनके लिए जो गर्म कपड़ा से लेके कंबल से लेके उनको खाना खिलाने से लेके डॉक्टर मेडिकल व्यवस्था से लेके तमाम चीजें हम कर रहे हैं। और आने वाले दिन ये लोग कितने दिन ये जो काला कानून वापस नहीं लेगा, तब तक युवा कांग्रेस सब लोग मिलके वहां उनके साथ खड़े रहेंगे, कंधा से कंधे मिला के ये इनके साथ किसान के साथ इस काला कानून वापस लेने तक हमने लड़ने का काम करेंगे। ज्यादा दिन नहीं है, यहाँ भी कांग्रेस सरकार आएगा। आने वाले दिन में या केरला में कांग्रेस सरकार आएगा, तभी ये पिनराई विजय रंगा बिल्ला, मैंने 2 नाम बोला था किसके लिए रंगा बिल्ला आप जानता है? नरेंद्र मोदी और पिनराई विजय दोनों रंगा बिल्ला है। अंदर से दोनों मिला हुआ है, दोनों मिलके जो ड्रामा कर रहा है इस केरला के जो जनता के साथ जो व्यवहार किया है आप सबने जानता है। सबसे ज्यादा जो करप्शन किया है जो पिनराई विजय सरकार ने किया है, जो भी ड्रामा कर रहा है जनता जान चुका है। आने वाले चुनाव में आपको सबक सिखाने का काम करेंगे। केरला में शाफी जी के नेतृत्व में पूरा केरला एक एक विधानसभा से लेकर मंडलम बूथ तक युवा कांग्रेस पार्टी को मजबूत करना, संगठन को मजबूत करना और कांग्रेस पार्टी को सरकार के लाने में हम सब लोग मेहनत करके आने वाला दिन में इस देश को बचाना है, इस देश का युवा को बचाना है, इस देश का किसान को बचाना, इस देश का महिला को बचाना है, इस देश का सभी वर्ग सभी समाज को बचाना है। तो वो एक ही पार्टी है, वो कांग्रेस पार्टी है। वो विकल्प है, वो राहुल गांधी जी है। वो विकल्प है, वो कांग्रेस पार्टी है। आपको पता है इन लोग ने टेलीविजन सरकार है, किस तरीके से जो वह अन्नदाता जो किसान जो लड़ रहे हैं उसको तक देखने के दिखाने के लिए तैयार नहीं है। जो कांग्रेस पार्टी हमेशा विजनरी पार्टी है, इनका जैसे टेलीविजन पार्टी नहीं है। आप सभी साथी से मैं निवेदन करता हूं, हम सब लोग मिलके इस देश को बचाने का दोबारा आजादी का समय आया है। हम सब लोग मिलके ये लड़ना है, इस कॉन्स्टिट्यूशन को बचाना है, इस देश को बचाना है। तो हम सब लोग एक होकर लड़ना जरूरी है। इन लोग ने
हर जगह कहता था कांग्रेस मुक्त भारत की बात। मैं कहना चाहता हूं इस मन से, जब तक सूरज चांद रहेगा तब तक ये कांग्रेस पार्टी रहेगा। किसी के हाथ से इस कांग्रेस पार्टी को मुक्त भारत नहीं कर सकते हैं। आप लोग लगातार बहुत देर से वेट किया, आप सबको धन्यवाद बोल के मैं मेरा बात को मैं विराम दे रहा हूं। जय हिंद, जय कांग्रेस पार्टी।